എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോയി. ഇന്ന് ഞാനില്ല, നമ്മുടെ സൂര്യ മാഡത്തിന് ഇന്ന് വരുന്നത്. നമ്മുടെ ട്രെയിലറിന് ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പണിയൊക്കെ തീർത്ത് കൂത്താട്ടുകുളത്തെ ഷോറൂമിൽ കിടക്കുക. ട്രെയിലർ എടുത്തോണ്ട് ഞാൻ വരാം. അതെ, എന്നു വെച്ചാൽ നമ്മൾ അന്ന് സൂര്യക്ക് വേണ്ടിയാണല്ലോ അത് മേടിച്ചത്. അത് തന്നെയല്ല, ഇവർ വീട്ടിലിരുന്ന് മടി പിടിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ട്രിപ്പിൽ നമ്മൾ വിടണ്ടേ. അപ്പം നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ മൈക്കും കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങൾ വേറെ ഇവിടെ 2 ബൈക്ക് കൂടി ഇരിപ്പുണ്ട്. അതിനൊന്നും വർക്കിംഗ് അല്ല, ഇടയ്ക്ക് അത് സാരമില്ല, നോക്കി എടുത്താൽ മതി. അത് സൗണ്ട് ബോക്സ് ഒക്കെ പോയെന്ന് തോന്നുന്നു. ഈയിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ക്യാമറാമാൻ്റെ സൗണ്ടായിരുന്നു പോയത്. എനിക്കെന്താണ് ഇന്നലെ തുടങ്ങിയതാ തൊണ്ടയ്ക്ക് വേനയൊക്കെ. ഇത് അറിഞ്ഞായിരുന്നേ ഞാൻ ഇച്ചിരി രാവിലെ നല്ല കഷായം എല്ലാം വെച്ച് കൊടുത്താൽ ചൂടോടെ. ഇപ്പോൾ പുത്തേട്ട് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ പുത്തേട്ട് ട്രാവൽ വ്ലോഗായി പോകും, അതുകൊണ്ടാണ്. ഇതെ ട്രെയിലർ നാളെ തല മാത്രമല്ലേ ഓടിച്ചുള്ളൂ, അപ്പോൾ വാലും കാണുമായിരിക്കും. അതുകൊണ്ട് നോക്കി കണ്ടുമൊക്കെ ഓടിച്ചോണ്ട് വരണം. അതെ, നോക്കി ഓടിച്ചോണ്ട് വരണം. അതെ, അപ്പോൾ പോകാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അതെ, രാജേഷ് ബ്രോ ഉണ്ട് കേട്ടോ. കുളിച്ച് റെഡിയായി കുട്ടപ്പനായിട്ട് നിൽക്കുക രാവിലെ. ഉണ്ണിബ്രോ ഇല്ലാത്ത കേസില്ല രാജേഷ് ബ്രോയ്ക്ക്, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാരും റെഡിയായി നിൽക്കുക. ഉണ്ണിബ്രോ അവിടെ റെഡിയായി നിൽക്കല്ലേ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന താമസമുള്ളൂ. ക്യാമറാമാനെ ഞാൻ ഇന്ന് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ ആളില്ലെന്നൊന്നും പറഞ്ഞു ന്യായം കൊണ്ടൊന്നും വന്നേക്കല്ല. അപ്പോഴേ പോയിട്ട് വന്നാ. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ നേരെ കുത്താട്ടുകുളത്തേക്ക്, നമ്മുടെ ആറാട്ടെതിരേൽപ്പ് മണ്ഡപമാണ് ഇത്. നേരെ കയറി ചെല്ലുന്ന ഏറ്റുമാനൂർ ക്ഷേത്രം. നമുക്ക് ഇപ്പുറത്തൂടെ ടൗണിൽ കൂടെ പോകും. ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനാണ്. ലെഫ്റ്റിലേക്ക് പോയാൽ കോട്ടയം, റൈറ്റിലേക്ക് നമുക്ക് എറണാകുളവും മാറ്റുപുഴയൊക്കെ പോകുന്ന റൂട്ട്. പിന്നെ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് ആ ബസ് വരുന്നിടത്ത് നേരെ പോകുന്ന അതിരമ്പുഴ, മാന്നാനമൊക്കെ പോകും. ഇവിടെ നമ്മുടെ ആകാശ് ബ്രോ അപ്പുറം ഉണ്ട്. ആകാശ് കൂടെ വരുന്നെന്ന് പറഞ്ഞ്, അപ്പോൾ ആകാശിനെ കൂട്ടിക്കൊണ്ട് പോകാം. ഇതേ നിൽക്കുന്നു രാവിലെ കുളിച്ച് റെഡിയായത്. കുളിച്ച് കുറിയൊക്കെ എടുത്തിട്ട് എന്നാണ്ട് ഗുഡ് മോർണിംഗ്. കുളിച്ചോ? സത്യമായിട്ട് അത് കുറി മാത്രം തൊട്ടുള്ളൂ. അതെ, കുളിച്ച് അമ്പലത്തിൽ തൊഴുതിട്ട് വന്നാ. മെയിൻ ഡ്രൈവർ വന്നില്ല. മെയിൻ ഡ്രൈവർക്ക് ഒരു വണ്ടി എടുക്കാൻ പോലും ഇത്ര ആൾക്കാരുടെ ആവശ്യമുണ്ടോടാ? അല്ല, ഇതിപ്പോ ട്രെയിലറാണ്. ഏറ്റുമാനൂർ ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം. രാവിലെ അമ്പലത്തിൽ പോയി തൊഴാന്നുള്ളൊരു മൂടുണ്ടായിരുന്നു. ആണോ? തിരക്കാണോ? ഭയങ്കര അപ്പൊ ട്രെയിലറാണ്. അപ്പം ട്രെയിലർ ഓടിച്ച് പരിചയമുള്ള ആളെ കൊണ്ടുപോകണമല്ലോ എന്ന് ഓർത്താ നിന്നെ കൂട്ടിയത്. സൂര്യാമാടം ഉള്ളപ്പോ നിങ്ങൾ ആരെയും പേടിക്കണം. ഞാൻ വെറും കോയല്ലേ. ഞാനും കോയ. കോയക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. ഡ്രൈവറെ വിളിക്ക്. അല്ലെന്നേ, എല്ലാം കോമാരാണല്ലോ ഇപ്പൊ. 3 കോമാര. ക്യാമറാമാൻ മാത്രം ഒറിജിനലാ. എല്ലാം കോമാര. അല്ല, ഞാൻ പറയായിരുന്നു സൂര്യ ട്രെയിലർ ഓടിച്ചിട്ടില്ല. അപ്പം പുറകോട്ടുള്ള ട്രെയിലറിന്റെ നീളവും കാര്യങ്ങളൊക്കെ നോക്കി ഓടിക്കണം. പിന്നെ അതിന് സൈഡ് പറയാൻ വേണ്ടിട്ടാ നിന്നെ കൊണ്ടുപോകുന്ന കേട്ടോ. സൈഡ് പറയേണ്ട ആവശ്യമില്ലെന്നാണ് നിയമം. എവിടെ ഇരുന്ന് പറയാനാ? കാരണം പുറകെ പെട്ടിയെ കാണത്തുള്ളൂ. അല്ല, എവിടെ ഇരുന്ന് പെട്ടിയെ പോയിരുന്ന സൈഡ് പറയണോ? ഞാൻ 1 കിലോമീറ്റർ അപ്പുറം ഓട്ടോറിക്ഷയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയണം ഫോണിൽ കൂടെ. അത് എനിക്ക് കറക്റ്റ് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? നമ്മളാ മറ്റേ ബീഹാർ ട്രിപ്പിൽ പോയപ്പോ ഇവിടെ വെച്ചൊരു കണ്ടെയ്നർ വണ്ടിക്ക് സൈഡ് പറഞ്ഞില്ലേ? ഡീസൽ അടിക്കാൻ വേണ്ടി ഹുസൂര് വെച്ച് നമ്മള് ഫ്രഷ് ആവാൻ വേണ്ടി രാവിലെ ഒരു പമ്പിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തില്ല, ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പിന്റെ ഫ്രണ്ട്. അവിടെ ഇതായാലും ട്രെയിലറിന്റെ സൈഡ് പറയാം. പുള്ളി എന്നെ കാണുന്നില്ല, ഞാൻ സൈഡ് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, സൂര്യക്ക് സൈഡ് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല സുരേ? അതെ, ഗ്രില്ലടിക്കാനുള്ള പ്ലാനൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. ആര് നിന്നെ ഗ്രില്ലടിക്കാനോ? അല്ല, 2 കൂടെ ഉണ്ടോ? എന്താണ് പ്ലാൻ? എടാ, എനിക്ക് സൗണ്ട് ഇല്ലടാ. കാന്താരി മപ്പാസ് ആണോ? ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കുക, അപ്പൊ അറിയാം. അന്നേരമേ ഉള്ളൂ. അപ്പോഴേ ഇത് ഉണ്ണിപ്രോയും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ നമ്മളെ ശിഷ്യനെ പുറകോട്ട് ഇരുത്തി പിന്നോട്ട് വരുന്നിരിക്കുന്ന സിംഹത്തിന് ഏറ്റവും നല്ലതെന്നാ പറയുന്നത്. ഇങ്ങോട്ട് കുതിച്ച് ആടിയേക്കരുത്. അപ്പൊ നമ്മള് കുറവലങ്ങാടായി. ഉണ്ണിപ്രായം നോക്കി കുറച്ചാൽ ഇവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. സാധാരണ ഉണ്ണിപ്രായം നേരത്തെ വന്ന് നിൽക്കുന്നതാ. ഇതേ ഇവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കണം എന്നുണ്ട്. പിന്നെ ഏറ്റുമാര് വന്നാ വിളിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ 5 മിനിറ്റ് താമസിക്കുമെന്ന്.
കറക്റ്റായിട്ട് ഞാൻ 3-ാമത്തെ മിനിറ്റ് നിങ്ങളുടെ സ്ഥലത്ത് പോകും. അതൊക്കെ ശരിയാ. ഞാൻ 8 മണിക്ക് പോകണമെന്ന് പറഞ്ഞ് 7:30 ആയപ്പോൾ ഞാൻ റെഡിയായിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ രാജേഷ് ഇരുന്ന് പേപ്പർ വായിക്കുന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചു നീ വരുന്നില്ല എന്ന് ചോദിച്ചു. പിന്നെ ഞാനിപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞേ, അതുകൊണ്ട് താമസിച്ചു പോയി. പക്ഷെ ചായ കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴാന്ന് പറയാം. ചായ കുടിച്ചു കഴിയുന്ന സമയം കൊണ്ട് ഞാൻ ഇറങ്ങി. ഇല്ലില്ല, ചായ കുടിച്ച അവിടെ നീ വരാഞ്ഞോണ്ട് ആ സമയം. സംക്രാന്തിക്ക് ഇന്ന് രീതി അറിയാനുണ്ട്, അതിന്റെ അറിയാനുണ്ടല്ലേ. അല്ല, നമ്മൾ പറഞ്ഞ അപ്പം നമ്മളത് മോനിപ്പള്ളി എത്തി. ഇവിടുന്ന് നമ്മളെ ഉണ്ണിയുടെ ഒരു കസിൻ ഒരാൾ വരുന്നുണ്ട്. ആ നിൽക്കുന്ന ആളാ സച്ചു. അതെ, എന്നാ വിശേഷം? ഞാൻ പോന്നു. കുറച്ചു നേരമായി വന്നിട്ട്. ആ ശരി. അപ്പൊ കറക്റ്റ് ടൈം ആയിരുന്നു. അതെ അതെ. കൂത്താട്ടുകുളത്തെ ഭാരത് ബെൻസിന്റെ വർക്ക്ഷോപ്പിലെത്തി. ഇത് ഹെഡേ ഉള്ളൂ. എന്തേ വാലെന്തേ? പാല് കാണുന്നില്ല. ഫിറ്റ് ചെയ്യണോ ഞാനിനി അത്? പിന്നെ അല്ല, പിന്നെ എങ്ങനെ കൊണ്ടുപോകുന്നേ? വരൂ. രണ്ടുപേർക്കും ഉത്തരവാദിത്തമില്ല. ക്യാമറാമാനും ഉത്തരവാദിത്തമില്ല, കോയ്ക്ക് ഉത്തരവാദിത്തമില്ല, മെയിനും ഉത്തരവാദിത്തമില്ല. ഞാനും കൊണ്ടുവരുമ്പോ എല്ലാം എടുത്തോണ്ടിരാൻ അവിടെ കിടപ്പുണ്ടോ? അത് അവർ വർക്ക്ഷോപ്പിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇത് ഊരിയിട്ട് അത് അങ്ങനെ കയറ്റിയതാ. അപ്പുറം കാണും, അത് കണക്ട് ചെയ്യണം. എവിടെ കിടക്കുന്നേ? അത് ഓക്കെ ആണെങ്കിലേ ഇവിടെ കൊണ്ടു നിടണ്ടേ? അല്ല, ഇതെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയാ ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതെങ്ങനെ എടുത്തോണ്ട് വരുന്നത്? ശരിയാ. ടയർ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ശരിയാ. എന്നാ നീ പോയി എടുത്തോണ്ടോ, അത് മറ്റേ വാലിങ് എടുത്തോണ്ട് പോവാ. എടാ ഇതും കൊണ്ട് പോയാൽ മതി. ആകെ 2 പൊറോട്ട ഒരു മുട്ടക്കറി കഴിച്ചിട്ടുള്ളൂ. എനിക്ക് പറ്റിയില്ല. ഇപ്പൊ എന്നാ പ്രശ്നം? അവൻ വാലില്ലാതെ പോകത്തില്ലെന്നാണ്. അവനല്ല, സൂര്യക്ക് പ്രശ്നം. ഉണ്ണിയെ വാലൂടെ കൂടിക്കൊണ്ട ഇവിടെ കൊടുത്താ. ഇപ്പൊ അത് തല മാത്രമേ ഉള്ളൂ. വാല് കട്ട് ചെയ്ത് കളഞ്ഞു. വാല അവിടെ ഊരി വെച്ചേക്കായിരിക്കും. അത് വാലില്ലാത്ത എല്ലാം അളയിലായിരുന്നു. അതെ. ഒരു കാര്യം ചെയ്യ്, ഇതെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യേ വാലയിലേക്ക്. എനിക്കെന്താ കിട്ടിയേക്കുന്ന എന്റെ കൂടെയുള്ള ഇതിന് വാല് കണക്ട് ചെയ്യാൻ അറിയാം. എടുക്കനാ കരുതി. അറിയത്തില്ലേ? പിന്നെ ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോകുന്ന? എടാ ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം. ഡ്യൂട്ടി തുടങ്ങ. കപ്പട അതിനകത്ത് കാണും. മത്സരില് ഗ്ലാസ്സൊക്കെ തുടച്ച് കഴിഞ്ഞാക്ക്. ഇന്നത്തെ നമ്മുടെ ഗ്ലാസ് എല്ലാം തുടയ്ക്കുക. കോയല്ല, പാപ്പാൻ. പാപ്പാൻ കുളിപ്പിക്കുക. ചെറിയ പൊടി തട്ടുകല്ലേ ആനയുടെ ഒക്കെ. കുളിപ്പിക്കാത്ത ഒരു മിനി കുളി. പൊടിയ ഇവിടെ ടിപ്പറാ ഏറ്റവും കൂടുതൽ സർവീസ്. ഈ കൂത്താട്ടുകുളം മേലെയൊക്കെ ഒത്തിരി മടയുണ്ട്. അതെ അതെ, അതുകൊണ്ട് മടയും ക്രഷറും. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഈ സച്ചു വന്നേക്കുന്ന ഒരു പ്രത്യേക ഒരു സംഭവം കൊണ്ടാണ്. നമ്മുടെ ഡ്രോണും കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പം രാജേഷ് ഭായ് ഓടിക്കാൻ പോവാ. അതെ, പൈലറ്റ് ലൈസൻസ്. കൊച്ചുപിള്ളേര് മറ്റേ ഇത് വിട്ട് പഠിക്കുന്ന പോലെ. അതെ അതെ, പേപ്പർ പ്ലെയിൻ ഇല്ലേ? ആകാശം ഓടാൻ തയ്യാറായിട്ട് നിൽക്കുക കേട്ടോ ഉണ്ണി. ആകാശം ഓടാൻ തയ്യാറായിട്ട് നിൽക്കുക. ഭയങ്കര പേടി അതിങ്ങോട്ട് വരികയാണെങ്കിൽ. എടാ അത് ആക്രമിക്കുന്ന ജീവിയൊന്നും അല്ല, നീ പേടിക്കാനായിട്ടല്ല. ഓടിക്കുന്ന ആരാന്ന് ഇവനാ. അത് പുറകെ പോയി നിൽക്കുമല്ലോ. ഭയങ്കര സേഫ് സോണിലുള്ള കളിയാ. പുറകെ പോയി നിൽക്കുക. സൂര്യക്കും ചെറിയ പേടിയുണ്ട്. ഇച്ചിരി ഒരടി പുറകോട്ട് മാറിയായിരുന്നു. എടാ ഇനി മുകളിലോട്ട് പൊങ്ങിപ്പോയത്, തലയിലോട്ട് വീഴാൻ നോക്കിയാൽ മതി. സംഭവം കാണുന്നില്ല. തുമ്പിയാടാ. വരുന്നുണ്ട്. അനുസരണ ഉള്ളതാ, നിന്നെ പോലെ ഒന്നുമല്ല. എടുക്കാൻ അല്ലല്ലോ. കൈയൊന്നും പോകല്ല, നീ എടുത്തോ. ഓണാക്കിയല്ലേ കൈ പോടും. ഇല്ല, ഓഫാ. നീ മഴക്കാലത്ത് തവളെ പിടിക്കാൻ പോണ പോലെ.
എടുത്തോടാ. അതന്നെ എടാ ഇത് മറ്റേ ഇത് ഫിംഗർ പ്രിന്റ് ഒന്നും എടുക്കണ്ട, ഈ ടൗലൊക്കെ ഇട്ട് പോലീസുകാർ. ഇല്ല 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 ഇല്ല, ധൈര്യമായിട്ട് എടുത്തു. താഴെ പിടിച്ചെടുത്തോടാ. എടാ ഇല്ലടാ, ചെയ്യത്തില്ല, എന്റെ കൈ പോവും, അതുകൊണ്ടാ പറഞ്ഞു. ഓ, കൈ മറക്കുന്നുണ്ടോ അവൻ്റെ? തീർത്ഥാടനത്തിന് പോയപ്പോഴേ മേടിച്ചോണ്ടായിരുന്നു. ഇതുപോലല്ലോ. ആ, എവിടെ? തായ്ലൻഡിനാ? എന്നാ പിന്നെ പോയേക്കാം, ഇവിടെ നിന്ന് സമയം കളയണ്ട. ആ, ഡ്രൈവർ വണ്ടി എടു. അതെ, വാലെന്തിയെ വാല് കയറ്. അപ്പോഴേ വാലിന്റെ കാര്യം നിങ്ങൾ എല്ലാരും മറന്നുപോയി. വാലില്ലെന്ന് പറഞ്ഞു. വാലില്ലേ? വാലില്ലാതെ കൊണ്ടുവന്നേ. ആ, കിളി ഇവിടെ ഉണ്ട് കേട്ടോ. കിളി സൈഡ് പറയുന്നുണ്ട്. കോ ഡ്രൈവർ പുറയിലും ഇരിപ്പുണ്ട്. ഗിയർ കൂടുതലുണ്ട് കേട്ടോ. എണ്ണി ഇട്ടണം. ആ, ഇനിയിപ്പോ അടുത്ത കൊടുക്കുമ്പോ ഇങ്ങോട്ട് മാറിയിട്ട് സെക്ഷൻ അത് തന്നെ അതെ. അതെ, അടുത്ത സെക്ഷനിലേക്ക് തട്ടിയിട്ടിട്ട് വേണം, ന്യൂട്രാക്കിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് ഇട്ടിട്ട് വേണം അടുത്ത കൊടുക്കാൻ. അപ്പോഴേ ഇപ്പം നമ്മൾ 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. 5 കൊടുത്തേ അടുത്ത സെക്ഷനിൽ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് മാത്രം മതി, വേറെ ഗിയറൊന്നും അധികം വേണ്ട. അപ്പം നമ്മൾ തിരിച്ചത് കൂത്താട്ടുകളും എത്തി. അപ്പോഴേ ക്ലച്ചിനൊക്കെ നല്ല കട്ടിയൊക്കെ കുറഞ്ഞില്ലേ? ഗിയർ ഇടാനൊക്കെ സുഖമായില്ലേ? അതെന്താണെന്നറിയോ? ഈ വണ്ടിയുടെ ക്ലച്ച് പണിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയായിരുന്നു അവിടെ. ക്ലച്ചെല്ലാം മാറി, അപ്പം ഗിയറൊക്കെ നല്ല പഴം പോലെ വീഴുന്നുണ്ട്. പക്ഷെ ക്ലച്ച് പണിതിട്ട് അധികം ആയില്ലായിരുന്നു. അതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഒരു സൈഡേ പിടിക്കുന്നുള്ള. ആ, പഴം പോലെ എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? മലയാളത്തിൽ പറയാൻ അറിയാത്തോണ്ട് അവൻ ഹിന്ദിയിൽ ഒപ്പിച്ചു, പക്ഷെ ശരിയായില്ല. ഹിന്ദി ചോദിച്ചാൽ അവൻ പറയത്തുമില്ല. അതിനുവേണ്ടി ഞങ്ങള് ക്യാമറമാനെ ഇറക്കി വിടും. എനിക്ക് വേണ്ടി എന്റെ രമണൻ ഇറങ്ങുന്നു. അതൊന്നുമില്ല, നിനക്ക് വേണ്ടി നീ മാത്രം. ഹിന്ദി മനസ്സിലാക്കണം, സോണിയ പോരട്ടെ. ഹിന്ദി മനസ്സിലാക്കണം, മറ്റേ ഭാഷകളെ പഠിക്കണം. അതെ അതെ, ഞാൻ പറയുന്നത് ഹിന്ദിക്കാർക്ക് പോലും അറിയില്ല. ഹിന്ദിക്കാർക്കെന്നല്ല, നിനക്ക് പോലും അറിയില്ല. നീ പറയുന്നത് എന്താണ്? കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്ന ഒറ്റ ഭാഷയേ ഉള്ളൂ. അവന്മാരുടെ ഒരു ഭാഷയുണ്ട്, കൊങ്ങണി. അതും ഇവന് നല്ലപോലെ അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല, അതവന് തെറ്റിപ്പോയാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവൻ ധൈര്യമായിട്ട് പറയും. അല്ല, ഇവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞടാ, നീ വീട്ടിലോട്ട് അമ്മയോടൊക്കെ സംസാരിക്കുമ്പം ഒന്ന് ഞങ്ങളുടെ സംസാരിക്കുന്നത് ഒന്ന് കേക്കട്ടെ എന്ന്. അന്നേരം ഇവൻ എന്നെ ചെയ്യുന്നറിയോ? അല്ല, ഇവനടനെ അന്നേരം ഭയങ്കര പതുക്കെ പറയും. അല്ലെ വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കല, ഇറങ്ങിപ്പോകും. അന്നേരം അതിനറിയോ അല്ല, നിങ്ങൾ മറ്റേ ഇതിൽ പറഞ്ഞു കൊങ്ങണി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. ഞാൻ നോക്കട്ടെ, നല്ല ഐഡിയ. എന്താണെന്നറിയോ, നമ്മളൊക്കെ ഇവന്റെ വീട്ടിൽ കയറി ചെല്ലും, വൃത്തകൂട്ടന്മാര് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കാപ്പ് കുടിക്കാൻ നേരത്തെ വൃത്തികെട്ടന്മാര് കയറി വരുന്നുണ്ടെന്ന് ഇവരുടെ ഭാഷ അമ്മയോട് പറയുവാണല്ലേ, നമ്മള് ചിരിച്ചോണ്ട് അല്ല, അന്നേരം നമ്മൾ വേണ്ട ഇപ്പൊ കുടിച്ചതാന്ന് പറയും. അല്ലാതെ നമുക്ക് മനസ്സിലായല്ലോ പറ്റുള്ളൂ. അപ്പോഴേ രാജേഷ് ഏട്ടൻ മുന്നിലാണോ പുറകിലാണോ നോക്കിയോ? അല്ല, ഏട്ടൻ ബാക്കിലൊന്നും അല്ല. ഏട്ടൻ ഈ മറ്റേ ഭ്രമണ പദ്ധതി മറ്റേ ഇനി ഞാനൊരു പൈലറ്റ് ആയിട്ട് മുത്തേട്ടിലോട്ടുള്ളത്. അല്ലല്ല, നീ നോക്കിയോ, ഇപ്പൊ വണ്ടി എടുത്തപ്പോ തൊട്ട പുള്ളി ഒരു പൈലറ്റും അല്ല. മറ്റേ മറ്റേ ഭൂമിക്ക് ചുറ്റി കിടന്ന ഉപഗ്രഹം പോലെ ഈ വണ്ടിക്ക് ചുറ്റി എവിടെയും കാണും. ഇല്ല, അവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒരു പുതിയ വീട്, നല്ലൊരു വീട് കണ്ടില്ലായിരുന്നു? ആ വീടിന്റെ സൈഡിൽ ഇരുന്നൊക്കെ വീഡിയോ എടുക്കുന്ന ഞാൻ ഇതിന്റെ പൈലറ്റ് ആയിട്ട് മുത്തേട്ടിലോട്ടുള്ളത്. ഓക്കെ, നാളെ ഹെലികോപ്റ്ററൊക്കെ മേടിച്ചോണ്ട് വരുമെന്ന് തോന്നുന്നു. അപ്പോഴേ വാല ഏതൊക്കെയായാലും അവിടെ അഴിച്ചു വെച്ചു വന്നാ നന്നായി അല്ലേ? അല്ലെ വാലും കൂടെ ഞാൻ എടുക്കേണ്ടി വന്നേനെ. ഞാനില്ല, വാലും കൂടെ വെച്ചോടേണ്ടി വന്നേനെ. ആ, അതന്നെ നല്ലതല്ലേ? ആ അതെ, അത് ഓടിച്ചിട്ടില്ല, ഒന്ന് ഓടിക്കണം. അതിനാണ് ഈ വാലും ചുരുട്ടി ഓടുക.
കച്ച നല്ല സുഖമായില്ലേ? ആ നല്ല. ഇനിയിപ്പോഴേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നും പുറത്തൊന്നും ഇടണ്ട കേട്ടോ. ഏയ് ആ ഇനി നമുക്ക് 5 തൊട്ട് മതി. 5 തൊട്ടുള്ള പരിപാടി മതി. 5, 6, 7, 8 അത്രയും മതി. സെക്കൻഡ് ഇല്ല, ഞാൻ രക്ഷപ്പെട്ടു. അതെ, കാലിവണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ലോഡ് വണ്ടി എങ്ങാനും ആയിരുന്നെങ്കിൽ. അല്ല, കാലിവണ്ടിയാണ് താനും പാലും ഇല്ല. ആലും ഇല്ല. ആ ലോഡ് വണ്ടി ആണെങ്കിലേ സെക്കൻഡും തേർഡും ഒക്കെ തന്നെ മതിയാവും. അല്ല, ഞാൻ ആലോചിക്കാം, നിങ്ങൾ കാശ്മീർ ട്രിപ്പ് പോരാൻ വേണ്ടി ഈ വണ്ടിയായിട്ട് നിങ്ങൾ സേലം വന്നപ്പോ മെയിൻ ഡ്രൈവർ പറഞ്ഞു പൊക്കോ എന്ന് പറയാൻ. ബാക്കിലെ പെട്ടി കണ്ടിട്ട് പൊക്ക കയറി പൊക്കോളെ. കയറി പോകുന്നില്ല. KSRTC ആണെന്ന് ഞാൻ കുറേ നേരം ഈ വണ്ടി എന്നെ പുറകെ നിൽക്കും. അല്ല, കുഞ്ഞിക്കിൽ പറഞ്ഞല്ലേ ഇടയ്ക്കിടയ്ക്ക് വാലുണ്ടോ നോക്കിയേക്കണോന്ന്. അതെ അതെ അതെ. കോയ ഓടിക്കുന്നുണ്ടോ? ഓടിക്കണം. കോയ ഓടിച്ചില്ലാലും ഞാൻ ശാല ഓടിക്കുന്നുണ്ട്. മെയിൻ ഡ്രൈവർ അല്ല, മെയിൻ ക്യാമറാമാൻ. എല്ലാത്തിനും കോയുണ്ട്. അതെ അതെ. സബ് ആൻഡ് സബ്ടൈറ്റിൽസ്. സൂര്യ അവിടുന്ന് വണ്ടി എടുത്തപ്പോഴേ, നമ്മുടെ ഭാരത് ബെൻസിൽ നിന്ന് എടുത്തപ്പോഴേ, അവിടെ ഗേറ്റിൽ നിന്ന് ആ ചേട്ടന് എന്നോട് ചോദിച്ചു, അപ്പുറത്തെ തുറക്കണോന്ന് ചോദിച്ചു. കണ്ടായിരുന്നോ? അപ്പുറത്തെ ഗേറ്റ് കൂടെ ഒരു ഗേറ്റ് തുറന്നു വെച്ചേക്ക, നല്ല വീതി ഉണ്ട്. അപ്പൊ അടുത്തോടെ തുറക്കണോന്ന് ചോദിച്ചേ അവിടെ നിർത്തിയപ്പോഴേ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട. സൂര്യയുടെ വരവ് കണ്ടപ്പോഴേ ചേട്ടൻ പറഞ്ഞു ഗേറ്റ് തുറക്കണേ തുറക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നാളെ കഴിഞ്ഞ് അവിടെ നിർത്തിക്കാം, ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടെ, തെച്ച് പണിതിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആര് വീഡിയോ എടുക്കും? ആ വെയിറ്റ് ഇതുണ്ടോ, ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. ഫ്രീയാ. ഈ 2 സെറ്റ് ഗിയർ അത്രേ ഉള്ളൂ. പക്ഷേ കാര്യം ഓടുമ്പോൾ മറ്റേ 5th തുടങ്ങി മതി. ആണെങ്കിലും കുഴപ്പമില്ല. അതെ, ക്ലച്ച് പണിതിട്ട് എങ്ങനെ ഉണ്ട്? സ്മൂത്തായോ? സ്മൂത്തായി, കുഴപ്പമില്ല. അല്ല, ഓടിക്കാൻ നല്ല സുഖമായി. പക്ഷെ ചെറിയൊരു ചാട്ടം ഉണ്ട് എടുക്കുമ്പോൾ. അതെ അല്ലേ? കുറച്ച് ഓടുമ്പോൾ ശരിയാവായിരിക്കും. എല്ലാം ഒന്ന് സീറ്റിംഗ് ആണായിരിക്കും. അതെ. പിന്നെ ഞാനിവിടെ ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പുറം നിർത്താം. ആ വാലെന്തിനാ അവിടെ ഊരി വെച്ചിട്ട് കണ്ടുന്ന? സൂര്യക്ക് അത് വെച്ച് ഓടിക്കണമായിരുന്നു. അതിനിപ്പോ അവിടെ ചെന്നിട്ട് വേണമെന്ന് വെച്ച് ഓടിച്ചു നോക്കാം. അതെ, ഇവിടെ ഇടാൻ ഇടയില്ലാത്തോണ്ട് അങ്ങനെ വെച്ചിട്ട് പോകുന്നത്. അല്ല, വാലൂടെ കൊണ്ടുവരുമ്പോ അത്രയും നീളമല്ലേ, അതിവിടെ കൊണ്ട് ഇടാൻ അവരുടെ വർക്ക്ഷോപ്പിൽ ഇടയുണ്ടോ? അഥവാ വാലും കൊണ്ട് നമ്മൾ വന്നാലുവേ, അതാ വെളിയിൽ എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് ഇത് മറ്റേ ഈ പ്രൈമോർ മാത്രമേ വർക്ക്ഷോപ്പിലേക്ക് കയറ്റുള്ളൂ. അങ്ങനൊന്നും എടുത്തോണ്ടൊന്നും പോകത്തൊന്നുമില്ല, എളുപ്പമുള്ള കാര്യമല്ലേ. ഉണ്ട്, സുഖമായില്ലേ? കുഴപ്പമില്ല. ഇതേലും ഇരുന്നേ വീഡിയോ എടുക്കണല്ലോ ഇച്ചിരി പാടാ, ചാട്ട കുലുക്കോ. നല്ല ചാട്ടമാ. മറ്റേ വണ്ടിയിലാണ് അത്രയും ചാട്ടമല്ല, നല്ല സുഖമല്ല. നല്ല സുഖം. അതേ ഇരിക്കുമ്പോൾ പറയും ഭയങ്കര ചാട്ടമാന്ന് പറയും. ഇപ്പഴാ അതിന്റെ വ്യത്യാസം വ്യത്യാസം. അതെ, അത് നല്ല സുഖം. വേഗം ഗിയറൊക്കെ നല്ല സ്മൂത്തായി, പഴം പോലെ. അതെ അതെ. ക്യാമറാമാൻ പുലിച്ചാടിയെ പോലെ നിൽക്കേണ്ടി വരും. അതെ അതെ. അല്ലല്ല, ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇത്ര നേരം ഞാനായിരുന്നു അവന്റെ തലയിടിപ്പിച്ചോണ്ടിരുന്നത്. ഏട്ടന് കൈമാറി. നാട്ടിൽ ചെല്ലുമ്പോ ഹണീസിംഗ് ആവുന്ന എനിക്ക് തോന്നുന്നു. വീട്ടിൽ ചെല്ലുമ്പോ ഹണീസിംഗ് ആവുന്ന തോന്നുന്നു. തല മൊത്തം ഉണ്ണിയപ്പോ. അതാ ഇത് ബെർത്ത് പിടിപ്പിച്ചേക്കുന്നോണ്ടാണ്. അത് ഭയങ്കര അസൗകര്യമാണ്. ഇല്ല, നമ്മുടെ വണ്ടിയിൽ ഇത്രയും പ്രശ്നമില്ല. നമ്മുടെ വണ്ടി പകുതിയേ ഉള്ളൂ, അവിടെ വരെ ഉള്ളൂ. എന്താ പറഞ്ഞായിരുന്നു? അഡ്വാൻസ് ബുദ്ധിയും പ്രായോഗിക നിലപാടും. ഈ ബുദ്ധി അഡ്വാൻസ് നിന്റെ തല ഇടിക്കുമായിരുന്നു ഇത്ര. എനിക്ക് ഈ ഏട്ടനെ ഇത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഏട്ടൻ നമ്മളെ ചതിച്ചിരിക്കണോ? ഏട്ടനല്ല, ക്ലച്ച്. തലയുടെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ഓരോ മുഴയുണ്ട്. ഇതെന്ത് പറ്റിയതാ? ഇത് രാജേട്ടന്റെ വക. ഇത് രാജേട്ടന്റെ ഭാര്യയുടെ വക. ക്ലച്ചെന്ന് എടുക്കുമ്പോഴേ ചെറിയ ചാട്ടം ഉണ്ട്, അത് ചിലപ്പോ കുറച്ച് ഓടിക്കഴിയുമ്പോ മാറും. അതെ അതെ, കുറച്ച് ഓടിയല്ല ഒന്ന് സീറ്റിംഗ് ആണ്. അതെ. സൂര്യ, ഏട്ടനെ ഒന്ന് വണ്ടിയെ വിടണം വയറ് കുറയ്ക്കാൻ വേണ്ടിട്ട്. നേരൊക്കെ കുറഞ്ഞല്ലോ. അല്ല, ചായയെ കൂട്ടി വിട്ടാലും മതി, ചായയെ ഇവനെയും കൂടെ വിട്ടാലും മതി. ചായയുടെ കൂടെ വിട്ടാൽ മതി. ചായയുടെ സന്തോഷം. ചായ ഗോതമ്പല്ല കഴിച്ചോണ്ടിരുന്നത്. ഈ പുളി കൂടെ ചേർത്ത് മൈദയാക്കി മൈദ പൊറോട്ട എടുത്തി. ഇല്ല, ചായ ഞാൻ വണ്ടിയെ പോയി കഴിഞ്ഞാൽ പൊറോട്ട ഒന്നും അടിക്കില്ല. ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേനും ചായയും കൂടെ ഇവിടെ വരുമ്പോഴത്തേനും ചോറുണ്ടെന്ന പരിപാടി ആക്കും. നമ്മള് തിരിച്ചത് ഏറ്റുമാനൂരെത്തി.
ഏട്ടനോട് ഒന്നും മിണ്ടാൻ പറ്റില്ല. കാല് കളിച്ച് കഴിച്ചാൽ നേരെ ഇതേ കൊണ്ട് ചേർത്തു. മനഃപൂർവ്വം അല്ല. എന്നാന്നറിയാം ഇപ്പൊ മിണ്ടായിരിക്കുന്നത്. ഇപ്പൊ അകത്ത് മറ്റേ ഒരു ഗർജിക്കുന്ന സിംഹം സകടവടച്ച ഒരു സാധനം പോയിട്ടുണ്ടല്ലോ, വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്നത്. ആശാനാ മുലാളി അതില്ലാത്തതുകൊണ്ടാ. കൂട്ടുകാരനെ കഴിക്കിட்ட നന്മ ഉണ്ടാന്ന് പറഞ്ഞിരുന്നു ചീറി നിൽക്കും. ഇപ്പം നമ്മളത് ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസിലാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ പാല, റൈറ്റിലേക്ക് പോയാൽ ഏറ്റുമാനൂർ ടൗണ്, നേരെ പോയാൽ മണർകാട്. വണ്ടി കൊണ്ടുവന്ന് നമ്മൾ യാർഡിലിട്ടു. ഇതിന്റെ വാല് മാറി അപ്പുറം ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കണ്ടു. ആണോ? എന്നിട്ടാണ് അവിടെ കിടന്ന് വാൽ അന്വേഷിക്കുന്നത്. അതാണ് ആദ്യം തപ്പി എവിടെ വന്നപ്പോഴേ വാല് ഇവിടെ ഉണ്ടോന്ന്. വാലിവിടെ കിടപ്പുണ്ട് ഉണ്ടോ. നമ്മുടെ ടൈലറിന്റെ വാല് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് നമ്മൾ തലേ പണിയാൻ പോയത്. അപ്പം ഇനിയിപ്പം ഇപ്പം ഈ വാലയിലേക്ക് തല കടുപ്പിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ലോഡും കൊണ്ട് പോയാലോ? ആ പോവാം. എന്നാൽ പിന്നെ ഏട്ടനും സൂര്യയും കൂടെ ട്രെയിലറിൽ ഒരു ട്രിപ്പ് വെച്ചിട്ട് പോവാം. അല്ലെ അവിടെ വല്ല തമിഴ്നാടൊക്കെ പോയാലും മതി. ചെറിയൊരു ട്രിപ്പ്. ആ, ഒരു ദിവസം പോയി പിറ്റേ ദിവസം വരാം. സിമെന്റ് എടുക്കാനോ എല്ലാം പോയാൽ മതി. ഒരു ട്രിപ്പ് പോയിട്ട് പോവാം. എന്നാ പറയുന്നത്? പോയിട്ട് വരാം. നമ്മുടെ കുറച്ച് വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ 66 ഇവിടെ ഉണ്ട്. കുറച്ച് ലോഡ് ഇറക്കിയിട്ട് വന്ന വണ്ടികളുണ്ട്, ലോഡ് ഇറക്കാനായിട്ട് കൊണ്ടുവന്നിട്ടേക്കുന്ന വണ്ടികളും ഉണ്ട് ഇവിടെ. ഇവിടെ ഇറക്കാനല്ലത്, അത് വേറെ എവിടെയെങ്കിലും പകുതി ഇറക്കിയിട്ട് വന്നാൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇറക്കിയാലായിരിക്കും, അതുകൊണ്ട് ഡ്രൈവർമാര് വണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ട് വീട്ടിൽ പോയേക്കുന്ന. മൊത്തം വണ്ടിയുണ്ട് യാർഡിലപ്പോ. എല്ലാ വണ്ടിയില്ല, യാർഡ് നിറച്ച് വണ്ടി. അതെ. ഞങ്ങൾ വണ്ടി യാർഡിൽ കൊണ്ടിട്ടിട്ട് വീട്ടിലെത്തി. ഇനിയിപ്പൊ ചോറിനായിട്ട് ആകാശ് ബ്രോയെ വെയിറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നെന്ന് ഞാനല്ല പറയണ്ടേ, എന്റെ കൂടെ ഇരുന്ന ആൾക്കാരല്ലേ പറയുന്നു. കൂടെ ഇരുന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുതല്ലേ. മുമ്പേ സച്ചുവിനെ ശരിക്കും പരിചയപ്പെടുത്തിയില്ലേ? നിങ്ങൾ വിശദമായിട്ടൊന്നും പരിചയപ്പെടുത്തിയില്ലേ? ഇല്ല, വന്ന വണ്ടിയെ കയറി ഓടിച്ചു പോകുന്നു. സച്ചു ആദ്യകാലം തൊട്ടേ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ എൻ്റെ കസിനാണ്. സച്ചു ബാംഗ്ലൂർ ഒരു IT കമ്പനി ജോലി ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രോണുമായിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ കുറേ നാളായി. അപ്പം നിങ്ങൾക്ക് ഒക്കുമ്പം സച്ചുവിനും ഒക്കത്തില്ല. നിങ്ങൾ കാശ്മീർ ആകുമ്പോൾ സച്ചു ബാംഗ്ലൂർ, ഇവിടെ ആകുമ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ, അങ്ങനെയൊക്കെ വന്ന് ഇന്നാണ് ഒത്തു കിട്ടിയത്. അപ്പം ഇന്നൊന്ന് കീച്ചേക്കാന്ന് വെച്ച്, അങ്ങനെയാണ് സച്ചുവിൻ്റെ ഇൻട്രോ വന്നത്. അതെ അതെ. ഒരു ട്രിപ്പ് ഞങ്ങളുടെ കൂടെ പോരെ, ക്യാമറാമാനായിട്ട് പോരെ. പൈലറ്റായിട്ടാ? അല്ല, ക്യാമറാമാനെ നമുക്ക് പ്രൊമോഷൻ കൊടുത്ത് മെയിൻ ഡ്രൈവർ ആക്കാം. എനിക്ക് സൈഡിൽ ഇരുന്നാൽ മതിയല്ലോ. സച്ചു നിങ്ങൾ പോയടത്ത് എല്ലായിടത്തും സച്ചു പോയിട്ടുണ്ട് കേട്ടോ, എല്ലാ സ്ഥലത്തും. മറ്റേ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ് ഇല്ലേ, അതൊക്കെ മേഘാലയല്ലേ. ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ആലോചിക്കുക, ഞങ്ങളൊന്നും പോയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത വീഡിയോ കാണുമ്പോൾ വീണ്ടും നമ്മൾ പോയതൊക്കെ വീണ്ടും ആലോചിക്കും. അപ്പൊ ഞങ്ങള് കൂട്ടം കൂടി ഇപ്പൊ ഫ്രണ്ട്സിനോട് കാണുമ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് ആ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ പറയും, ഓക്കെ നമ്മളവിടെ പോയിരുന്നു. അടിപൊളി സ്ഥലം. അതെ, നല്ല രസമാണ്. ഇച്ചിരി മെനക്കെടന്നേ ഉള്ളൂ അല്ലേ? ആ, ശരിയാ, ഒരു ദിവസം പോകും. പക്ഷെ ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങി ചെന്നാൽ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെ. ശബരിമലയ്ക്ക് പോകുന്ന പോലെ ഒന്നുമല്ല, അതിലും കഠിനം കയറുമ്പം. അതെ. പിന്നെ ഒരു കാര്യം ചെയ്യാം, 66 ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഷോറൂമിൽ വരെ ഒന്ന് പോകണം. അപ്പം ഞാനിവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ അടുത്ത ദിവസം അതും കൊണ്ടൊന്ന് പോയിട്ട് വരെ. ഈ തീരുമ്പോ പണി വരെ ഇതന്നെ കുപ്പിന്ന് വന്ന് പൂതാണോ? ഇവിടെ വരുമ്പോൾ എല്ലാം പണി കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. തീരുമ്പോ പണി കൊടുക്കും. ഒരു പണി തീർന്നപ്പോൾ അടുത്ത പണി കൊടുക്കുക. സൂര്യനെ കുപ്പിന്ന് വന്ന പൂതാണോ? ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കണ്ടേ? അതല്ല, നമ്മൾ പ്രാക്ടീസ് കൊടുക്കുക നല്ലപോലെ എക്സ്പെർട്ട് ആകാൻ വേണ്ടിയിട്ട്. നൈസ് പണി എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ വരെ പോയാൽ പോരെ, ഞങ്ങൾ പോകുന്ന പോലെ കാശ്മീർ വരെ ഒന്നും പോകണ്ട. നമ്മുടെ നാട്ടിലത്തെ ഷണ്ടിങ് ഡ്രൈവർ ഇത്. അത് പ്രൊമോഷൻ ആയിട്ട് കൊടുത്തതാണോ? പ്രൊമോഷൻ അത് നേരത്തെക്കാളും ഇപ്പൊ ഇച്ചിരി പ്രൊമോഷൻ ആയിട്ട് കൊടുത്തു. അനുഗ്രഹിച്ചതാ, നല്ല അനുഗ്രഹം. ഞാനേ ക്യാമറാമാൻ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഇല്ലേ അവിടെ പോകാനായിട്ട്. നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഞങ്ങളും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.